കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണിയിലെത്തിക്കാൻ അരക്കുപറമ്പ് വെളിങ്ങോട്ടുകുന്ന് ക്ഷേത്രം റോഡിൽ ഡ്രീംസ് അഗ്രോ പ്രൊഡക്റ്റ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കുന്ന തനത് നാടൻ വിഭവങ്ങളെ ഗുണമേന്മയുള്ള മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങളായി വിപണിയിൽ എത്തിക്കുന്നതിന് അരക്കുപറമ്പ് വെളിങ്ങോട്ടുകുന്ന് അർദ്ധനാരീശ്വര ക്ഷേത്രം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച FSSAI മാനദണ്ഡങ്ങളോട് കൂടി നിർമ്മിക്കുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാവായ ഡ്രീംസ് അഗ്രോ പ്രോഡക്ട്സ് എന്ന സംരംഭം താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുൽ ഫത്താഹ് ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ മൂത്തേടത്ത് അധ്യക്ഷയായി. ശുദ്ധവും ആരോഗ്യകരവുമായി തയ്യാറാക്കിയ മൂല്യവർദ്ധിത വിഭവങ്ങളാണ് ഡ്രീംസിലുള്ളത്. വിഷാംശമില്ലാതെ പ്രാദേശികമായി കിട്ടുന്ന വിവിധ കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ ലക്ഷ്യമിട്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 36 ഇനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കുണ്ട്. സ്ഥാപന സാരഥി രാധാകൃഷ്ണൻ ചെങ്ങണക്കാട്ടിൽ ആമുഖമായി സംസാരിച്ചു. അപ്പം സാധാരണഗതിയിൽ നമ്മൾ വലിയ നഗരങ്ങളിലാണ് ഈ സംരംഭങ്ങളൊക്കെ ഉണ്ടാവുക. ഇതൊരു ഗ്രാമപ്രദേശത്ത് തുടങ്ങിയെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ കിട്ടുക. ഇവിടുത്തെ കർഷകരുണ്ടാക്കുന്ന ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെ എത്ര സാധനം എല്ലാം ഇവിടെ കിട്ടും. ഈ മനുഷ്യന്മാർക്ക് ഏറ്റവും ലാഭകരമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് നേരിട്ടെടുക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നാളികേരം, ചക്ക, നേന്ത്രക്കായ തുടങ്ങിയ കാർഷിക വിഭവങ്ങളിൽ നിന്നും പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നത്. അരക്കുപറമ്പ് എന്ന സ്ഥലത്ത് വെളിങ്ങോട്ട് വന്ന് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിന് സമീപത്താണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഏകദേശം 36ഓളം പ്രൊഡക്ട്സ് ഉണ്ട്. കളറും അല്ലെങ്കിൽ പ്രിസർവേറ്റീവും ചേർക്കാത്ത നാടൻ വിഭവങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഹോം ഡെലിവറി തരുന്നതാണ്. കൊറിയർ ചാർജ് അയച്ചു തന്നാൽ കൊറിയർ ചെയ്തു തരും. അത് ഇന്ത്യയിലുടനീളം കൊറിയർ സർവീസ് ലഭ്യമാണ്. ജനപ്രതിനിധികളായ പെട്ടമണ്ണ റീന, നസീമ അത്തിക്കോടൻ, ചക്കക്കൂട്ടം കോർഡിനേറ്റർ അനിൽ ജോസ്, അഞ്ജലി സി, അർജുൻ സി തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം.